ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ്. നമ്മൾ എന്നും ചപ്പാത്തി ചുട്ടല്ലേ എടുക്കുന്നത്, ഇന്ന് എണ്ണ ചേർത്താണ് എടുക്കുന്നത്. ഇന്നലെ അജിത ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അജിത ചേച്ചി പറഞ്ഞിട്ട് ജീന പറയുന്ന പോലെ ഇപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി കേട്ടോ. കാര്യം നമ്മളൊരു കാര്യം വീഡിയോയിലൂടെ കാണിക്കുമ്പം അത് മറ്റൊരാൾ ചെയ്യുന്നെന്ന് അറിയുമ്പോഴത്തേക്ക് ഒരു സന്തോഷമല്ലേ. ചപ്പാത്തി ഇങ്ങനെ ഓരോന്ന്, ചിലത് ചെറുതും ചിലത് വലുതും ഒക്കെ ആയിപ്പോയി കേട്ടോ ചപ്പാത്തി പരത്തിയത്. അത് എന്നാ പറയാ, അവസാനമൊക്കെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ചില ഉരുളകൾ കുഞ്ഞുരുളകളാകും. അന്നേരം അത് പരത്തിയെടുക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. പവിഴം ഇന്ന് ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് കറി എന്ന് പറയാനായിട്ട് ഇന്നലത്തെ മീൻകറി കുറച്ചിരിപ്പുണ്ടായിരുന്നേ. കഷ്ണങ്ങളൊന്നുമില്ല, മീൻചാറ് മാത്രമേ ഉള്ളൂ. അതും മുട്ട പുഴുങ്ങിയതും മതിയെന്ന്, എല്ലാവർക്കും അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്കും ജോലി എളുപ്പം. അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ബാ, അവൻ കുളിച്ചോ? ഇടപാടാ സൗണ്ട് കുറച്ചാ. എന്നാടി ഇവിടെ പ്രശ്നം? മക്കൾക്ക് മുട്ടായി തന്നില്ലേ? വാ ചേട്ടാ, സൗണ്ട് കുറയ്ക്കാൻ. മുട്ടായി തന്നില്ലേ പൊന്നിന്? ആരാ മക്കൾക്ക് മുട്ടായി തരുന്നേ? ശരി, ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞു, നിങ്ങളൊക്കെ ഒറ്റ സെറ്റല്ലായിരുന്നു. അയ്യ, എന്നെ ഒറ്റ തിരിച്ച് അപ്പനും മക്കളും ഒറ്റ സെറ്റായിരുന്നു. കണ്ടാ, നിന്നോട് ഗീതാൻ്റെ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചില്ലെങ്കിൽ ഗീതാൻ്റെ വരുന്നുണ്ട് മിണ്ടത്തേ ഇല്ലെന്ന്. നിന്റെ ഈ ഫോണും കൊണ്ടുള്ള ഇരിപ്പും അല്ല. അടുത്ത വർഷം 10ലാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കടേ, ഒന്ന് ചിരിച്ചാലും കാണിക്കടേ. പാവം ഗീത ചേച്ചി. ഇങ്ങനെയാണോ ഗീത ചേച്ചിനെ ചിരിച്ച് കാണിക്കുന്നത്? നീ ഇങ്ങനെയാടി ചിരിച്ച് കാണിക്കുന്നത്? ഇങ്ങനെയാണോ ചിരിച്ച് കാണിക്കുന്നത് ഗീത ചേച്ചിനെ? കണ്ടോ, അവൻ കുളിച്ചതാ കേട്ടോ. അവൻ കുളിച്ചിട്ടാ ട്യൂഷന് പോയത്. ദേ ഇരിക്കുന്നത് കുളി നനയില്ലാത്തൊരു സാധനം. ഈ മുടി കഴിഞ്ഞ ദിവസം ഞാൻ പിന്നി കെട്ടി കൊടുത്തപ്പോൾ അത് കെട്ടിയിട്ട്. ഇവക്കൊക്കെ മുടി ഉള്ളതിൻ്റെ അഹങ്കാരമാണ്, ഇല്ലാത്ത ഞങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ ബുദ്ധിമുട്ട്. ഉള്ള മുട്ടായി എല്ലാം തിന്നോട്ടോ. ആ, എനിക്ക് വേണ്ട, ഞാൻ മധുരം തിന്നത്തില്ല. മുട്ടായി ഒന്നും വേണ്ട. ഞാൻ എപ്പോഴെടി തിന്നത്? ഞാൻ തിന്ന ഒരു കാര്യം പറഞ്ഞേ. പൊടി വൃത്തികെട്ടവളെ, നീ ഇതൊക്കെ പറ, എനിക്കറിയാം, എല്ലാം കണക്കാ. എന്നാ ശരി, എനിക്ക് മുട്ടായി വേണം, താ. നീ തിന്നണ്ട അങ്ങനെ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് തന്നപ്പോഴത്തേക്ക് വലിയ ആള് കളിക്കുന്നു. എനിക്ക് അടുക്കളയിൽ കൊണ്ടുവന്ന് മുട്ടായി തന്നപ്പോൾ ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. അത് ഇവള് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പോഴേ പറയാം എന്നെ. ആ, എനിക്ക് വേണ്ട, നീ തിന്നു. ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കറി റെഡിയായി. മാങ്ങാക്കറി വെച്ചു കേട്ടോ, മാങ്ങാക്കറി വെച്ചു. ഇതിലേക്ക് ശകലം കടുകിട്ടു. കടുകിട്ടതിന് ശേഷം അതിലേക്ക് സവോളയും പച്ചമുളകും, നമ്മുടെ ചെമ്പരത്തിയുടെ ചോട്ടി ചെയ്യുന്ന പച്ചമുളക് കേട്ടോ, തന്നെ കിളുത്ത് വന്നെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്രാവശ്യം. ആ പച്ചമുളകാണ്. അത് സവോളയും പച്ചമുളകും കൂടെ ഒന്ന് നല്ല വെള്ളം വഴറ്റിട്ടെ. ശകല ഉപ്പും കൂടെ ചേർക്കണം. മീൻ വറുത്ത് വെച്ചേക്കാണേ. അച്ചു, ഈ മീൻ വറുത്തത് ഈ എണ്ണയ്ക്കകത്തുനിന്ന് എടുത്ത്. നമ്മുടെ പപ്പടത്തോരൻ വെക്കുന്നതിന് തേങ്ങയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ സവോള തോരൻ വെക്കത്തില്ലേ, അതുപോലെ എനിക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ തോരൻ, സവോളത്തോരൻ വെക്കാനായിട്ട്. ഇതിലേക്കൊരു ശകലം വെജിറ്റബിൾ മസാലപ്പൊടി എന്നിട്ടെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ അരപ്പ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. ചുമ്മാ കളിപ്പീര് തോരനൊക്കെയാന്ന് ഇതൊക്കെ. ചിലർ പപ്പടം കീറിയിട്ട് വറുത്തെടുക്കും കേട്ടോ. ഞാനിങ്ങനെ മുഴുവനായിട്ട് വറുത്തേച്ച് ഇതിലേക്ക് പൊടി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം
ഇത് കണ്ടോ, ഇതിലേക്ക് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഞാനിപ്പോൾ 2 പപ്പടം ചേർത്തു. ഇനി വേണമെങ്കിൽ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഇത് മതിയെന്ന് തോന്നുന്നു കേട്ടോ. 2 പപ്പടം ചേർത്താൽ മതി. ഉപ്പ് സവാള വഴറ്റുമ്പോൾ കുറച്ചേ ചേർക്കാവുള്ളൂ, കാര്യം പപ്പടത്തിന് ഉപ്പുള്ള കേട്ടോ. അതിൻ്റെ ഉപ്പും ഇതിൻ്റെ ഉപ്പും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പാകും. അപ്പം നമ്മുടെ പപ്പടത്തോരൻ റെഡിയായി. നമ്മുടെ മാങ്ങാക്കറിക്ക് കടുക് വറുക്കുവാണേ. മാങ്ങാക്കറിക്ക് കടുകും കൂടെ വറുത്ത് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ കറിയൊക്കെ റെഡി. ഉച്ചക്കത്തെ കറിയുടെ ഒന്നും വീഡിയോ ഒന്നൊക്കെ ഒത്തിരി ഇതായിട്ടൊന്നും എടുക്കാമായിരുന്നു. വെച്ചാൽ ഞാൻ ഇച്ചിരി പണിയിലായിരുന്നേ. കുറച്ചും കൂടെ ഒക്കെ തുണി കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം ഒത്തിരിയായി. സമയം 11:30 പിന്നെ പാവം ഞാൻ ഇത് ഇട്ടൂട്ട പാവം ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ മാങ്ങാക്കറിക്ക് കടുക് വറുക്കണേ. മാങ്ങാക്കറി ഇങ്ങോട്ട് ഇട്ട് ഇതിനകത്ത് ഈ കടുക് വറുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു സൗണ്ട് ഉണ്ടല്ലോ, കിസ് എന്ന് പറഞ്ഞാൽ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അടിപൊളി. അങ്ങനെ മാങ്ങാക്കറിയും പപ്പടത്തോരനും മീൻ വറുത്താണ് ഉച്ചക്കത്തെ കറി. ഉച്ചക്കത്തെ ഊണെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി 4 മണിക്കത്തേക്ക് നെയ്യപ്പോ ഉണ്ണിയപ്പോ അതാണ് മേടിച്ച് വന്നിട്ടുണ്ടേ. അത് 4 മണിക്കത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചുമായിട്ട് ഇനി ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ എന്നായിരുന്നു, നമ്മുടെ ജിൻസി മോളെ ഞാൻ പേര് എഴുതിയതായിരുന്നു, പക്ഷെ അത് എഴുതി വെച്ചതിൻ്റെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടില്ലായിരുന്നു കേട്ടോ. പിന്നീട് അത് കണ്ടപ്പോഴത്തേക്ക് വീഡിയോയുടെ ഇതെല്ലാം എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞത്, അതുകൊണ്ടാണ് പറയാതിരുന്നത്. അടുത്ത വീഡിയോ പറയണമെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും മോള് കമൻറ്റ് ഇട്ടേ കണ്ടായിരുന്നു. അപ്പം കറ്റാർ വാഴയുടെ ജെല്ലൊക്കെ തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് ഷാമ്പൂ ഇട്ട് കഴുകാമോ എന്ന് ചോദിച്ചേ. മോളെ ഇപ്പോൾ അത്യാവശ്യമാണെങ്കിൽ കഴുകിയല്ലേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് അത് കഴുകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലും നമ്മളെ ചെയ്യുന്നതിനൊരു പ്രയോജനമുള്ളേ. പിന്നെ ഞാൻ താളി തന്നെയൊന്നും അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴാണ് ഒരു ചെമ്പരത്തിയുടെ കമ്പൊക്കെ വെച്ച് കിളിപ്പിച്ചാൽ പിന്നെ അയലോകം തോറും നടക്കുന്നത് ഒരില തരാവോ. അത് എനിക്കങ്ങ് ഭയങ്കര മടിയായതുകൊണ്ട് ഞാനൊരു കമ്പ് കൊണ്ടുവന്ന് കിളിപ്പിച്ച് ഇപ്പം അത് ഇലയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നാണ് അത്യാവശ്യം എടുക്കുന്നത്. പിന്നെ ഷാമ്പൂ ഒരുപാട് അത്യാവശ്യം പുറത്തോട്ടൊക്കെ പോകുമ്പം ചിലപ്പോൾ ചെമ്പരത്തി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഞാൻ ഷാമ്പൂ തന്നെ ഉപയോഗിക്കുക. ഒത്തിരി കട്ടിയുള്ള സൈസ് അല്ലാത്ത നമ്മൾ ഞാൻ ഉപയോഗിക്കുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞാൽ വതികയുടെ ഷാമ്പൂ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ദീദി ഷാമ്പൂ ഉപയോഗിച്ചാലും തലമുടി ഒരുമാതിരി ചകിരിനാര് പോലെ ചില സമയത്ത് കിടക്കും കേട്ടോ. പിന്നെ കണ്ടീഷണർ അതിൻ്റെ കൂടെ ഉപയോഗിക്കുമെങ്കിൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. പിന്നെ അങ്ങനെ കണ്ടീഷണർ ഒന്നും ഞാൻ അധികം ഉപയോഗിക്കുന്നില്ല. മുടി പൊഴിച്ചിലൊക്കെ ആയിരുന്ന സമയത്ത് ഉപയോഗിക്കത്തില്ലായിരുന്നു. അത്യാവശ്യം ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ താരം ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് ഈ ജെല്ല് മാത്രം ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഷാമ്പൂ ഇട്ട് ഉപയോഗിക്കുക കേട്ടോ. സോറി കേട്ടോ, ഞാൻ മോളുടെ മെസ്സേജ് കണ്ടായിരുന്നു. പേര് ഞാൻ പെട്ടെന്ന്, പക്ഷേ ആ പേര് ഞാൻ മറക്കാൻ പാടില്ലാത്ത കാര്യം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരാണ് ജിൻസി എന്നുള്ളത്. അത് വിട്ടുപോയി. ഞാൻ അതൊക്കെ മനസ്സിൽ ഓർത്തിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ടല്ലോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ടെൻഷനാണെങ്കിൽ അതുകൊണ്ടാണ് മറന്നു പോകുന്നത്. അപ്പം ജിൻസി ഇനിയും വീഡിയോസൊക്കെ കാണണം കേട്ടോ. കമൻറ്റൊക്കെ ഇടണം, അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. പിന്നെ ആരുടെ ആയിരുന്നു, വേറെ ആരുടെയും പ്രത്യേകിച്ച് ഇങ്ങനെ എല്ലാവരും ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയുടെ അടിക്കുമ്പോൾ എന്നുള്ളത് കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് പറഞ്ഞ കാര്യം നമ്മുടെ ആരായിരുന്നു, ബിജീസ് കിച്ചൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ. ഞാനും അത് തന്നെയാണ് ജീന ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ പണ്ടുള്ളവരുടെയൊക്കെ ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും ഈ കാരണവന്മാരൊന്നും പറഞ്ഞ് കേൾക്കാൻ നേരമില്ലല്ലോ. പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ നമുക്ക് മൊബൈലില്ല, TV ഇല്ല, അതൊന്നുമില്ലല്ലോ. ഇവരുടെ പുറകെ പറമ്പിൽ കൂടെ നടക്കലും ഇവർ പറയുന്നതൊക്കെ കേട്ടുമൊക്കെ അല്ലേ നമ്മളും നടക്കുന്നത്. ഇപ്പോഴുള്ള പിള്ളേരുടെ ചോദിച്ചാൽ അവർക്ക് ആർക്കില്ല, എന്നിലറിയാം. ഇപ്പോഴുള്ള പിള്ളേരൊക്കെ ഒരു പ്രായം ചെന്നൊരു കയറി വന്നാൽ ഇരിക്കുന്നതൊന്നും എണീക്കത്തില്ല. അവർക്കൊക്കെ മൊബൈലിൽ നിന്ന് കണ്ണെടുത്തിട്ട് വേണ്ടി അവർ കയറി വരുന്നവരെ കാണാനായിട്ട്. പക്ഷെ പണ്ടൊന്നും അങ്ങനെയൊന്നും അല്ല. കറവന്മാരൊക്കെ പറയുന്നതായിട്ട് ആരെങ്കിലും പ്രായത്തിൽ മൂത്തവർ വരുമ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കുക, അങ്ങനെയൊക്കെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ഞാനിവിടെ പിള്ളേരോട് പറഞ്ഞൊക്കെ കൊടുക്കുന്നേ. പിന്നെ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ 2 ചാടി എണീറ്റുള്ളൂ കേട്ടോ. അല്ലാതൊക്കെ ചില സമയത്തൊക്കെ അവിടെ തന്നെ ഇരിക്കും. ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇനി എന്നതായിരുന്നു, ഇന്നലത്തെ പണി എൻ്റെ ദൈവമേ, ഏറ്റ പണി എനിക്ക് കിട്ടിയത് കേട്ടോ.
ഇന്നലത്തെ ദിവസം ഞാൻ കാലുവേദന, ആ ചെറുക്കൻ്റെ നാക്ക് കരുനാക്കാന്ന് ചെറുക്കൻ പറഞ്ഞതേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അയ്യോ കാലുവേദന കൈവേദന എന്ന് പറയും. ഇന്നലത്തെ വേദന എന്ന് പറഞ്ഞാൽ എനിക്കറിയാം, കാലിന് മാത്രമല്ല ദേഹം മുഴുവൻ വേദനയായിരുന്നു. അന്ന് വലിയായിട്ട് ഞാൻ ജോലിയൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. എനിക്കൊന്ന് കുറേ നാളായില്ലേ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു ഇന്നും ആ ഒരു വേദന മാറിയിട്ടില്ല. കാലിന് ആ വയ്യാത്ത കാലിനാട്ടോ വേദന വന്നത്. മറ്റേ കാലിന് വലിയ കുഴപ്പമില്ലായിരുന്നു. ആ വയ്യാതെ ആ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കുറഞ്ഞു നടന്നിട്ട് ആ കാലിന് മുട്ടിനും വേദനയായിരുന്നു, കാലിൻ്റെ പാദത്തിനും വേദനയായിരുന്നു. വൈകിട്ടും കുറച്ച് നേരം മസാജ് ചെയ്ത് തരാനായിട്ടൊക്കെ അവനോട് പറഞ്ഞ് ആ മെഷീൻ ഇട്ട് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ കൈയും കാലും ഒക്കെ അവൻ അസ്ഥിയൊക്കെ ഒടിച്ച് കളയും തോന്നി. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എൻ്റെ പോകുന്ന വേദന സഹിച്ചാലും വീട്ടിൽ എന്ന് തിരുമ്പണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചേരൊക്കെ തിരുമ്പി തന്ന് പിന്നെ അച്ചു എന്ന് പറയുന്നതിന് കാല് തിരുമ്പി തന്നു. അങ്ങനെയൊക്കെ പിന്നെ ഉറങ്ങി എങ്ങനെയൊക്കെ. പക്ഷേ രാത്രി അങ്ങോട്ട് ഉറക്കം ശരിയാകുന്നില്ല. ഈ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വയ്യാഴി കണ്ട് ഉറക്കം ശരിയാകത്തില്ല. ആ കൂടെ ഇന്നലെ ചേട്ടന് രാത്രി ഓട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉറക്കം ഒട്ടും ശരിയായില്ല. എന്നോട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് രാവിലെ 5:30 എണീക്കണം. 5:30 എണീക്കുന്നത് എനിക്ക് കുഴപ്പമില്ല, 5:30 4 മണിക്കോ 3 മണിക്കോ എണീക്കുന്നതിന് യാതൊരു മടിയില്ല എനിക്ക് കേട്ടോ. ഞാൻ എണീക്കാം. പക്ഷേ 5:30 എനിക്ക് നമ്മുടെയൊക്കെ 7 മണി എന്നൊക്കെ പറയുന്നുള്ളൊരു ഇതേ ഉള്ളൂ. 5:30 എന്നൊക്കെ പറഞ്ഞില്ല. ഇതിന് മുന്നേ ഞാൻ എണീക്കുന്നതാണ്. പിന്നെ പറ്റിയെന്നു വെച്ചാൽ വൈകിട്ട് 10 മണിക്ക് ഉറങ്ങണമെന്ന് എന്നോട് പറഞ്ഞത്. ആദ്യമൊക്കെ ശരിയാകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ 10 മണി എന്നുള്ളത് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്താൽ എൻ്റെ ഒന്ന് ഉറക്കം കറക്റ്റായിരിക്കണം, 10 മണിക്ക് ഉറങ്ങിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ചിലപ്പോഴൊക്കെ നടക്കുന്നില്ല. നീ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി അതൊന്ന് ശരിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരണം. എന്നാലേ ഡോക്ടർ പറഞ്ഞതിന് വെയിറ്റൊക്കെ നല്ലതായിട്ട് കുറയ്ക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ. വീഡിയോയിലൂടെ കമൻറ്റിൻ്റെ കാര്യങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ജയ ചേച്ചി വീഡിയോയിലൂടെ പറഞ്ഞ ശേഷം ഇന്നലത്തെ വീഡിയോയ്ക്കൊക്കെ ആൾക്കാരൊക്കെ വരികയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു. അവരൊക്കെ വീണ്ടും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് നമുക്കത് മാറ്റിയെടുക്കാം. എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, കാണുന്നവർക്കല്ലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് തിരുത്തിക്കോളാം കേട്ടോ. ഞാൻ ദീപാച്ചി ഒന്ന് കാണാൻ പോകണമെന്നുണ്ട്. ദീപാച്ചി കുഞ്ഞൊരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവളുടെ അടുത്തോട്ടൊന്ന് പോകണം എന്നോർത്തിരിക്കുന്നത്. അച്ചു വരുമെന്നൊന്ന് വീട്ടിൽ വരികയാണെങ്കിൽ അവളുടെ അടുത്ത് പോയി അവളെ ഒന്ന് കണ്ടേച്ച് വരാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പോയി അവളുടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഒന്ന് പോകും, അല്ലെങ്കിൽ ഇച്ചോട്ട് കഴിഞ്ഞേ പോകത്തുള്ളൂ. ഞങ്ങളൊന്ന് പോകണം അവളുടെ അടുത്തോട്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞ് കാണാമേ. ഞാൻ വലിയ വീഡിയോ എടുക്കേ. ഭാര്യ വന്നാല് പോക്കൊക്കെ കണ്ട താക്കോലില്ലല്ലോ അതേല്. ഊരിയേര് എന്നിട്ട് കേറിക്കോട്ടെ, കുഴപ്പമില്ല. ഭാര്യയും കൊണ്ട് റോഡിലൊക്കെ പോയിട്ട് വാ. ഭാര്യയും കൊണ്ട് റോഡിൽ പോയിട്ട് വാ. ഇന്നും നല്ല മഴയായിരുന്നു കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ നല്ല ഇടിയോട് കൂടിയ മഴ. കണ്ടോ കൊള്ളിയാൻ പറ്റുന്നത് കാണാവോ? ഇതാരടാ എൻ്റെ ഫോണിൽ നെറ്റ് ഓൺ ആക്കിയിട്ടത്? നീ അതൊക്കെ ചെയ്യും കണ്ടോ അയ്യോ കൊള്ളിയാൻ പറ്റുന്നത് കണ്ടോ? ഫോൺ ഇപ്പൊ താഴെ. കറണ്ടൊന്നും ഇല്ലെന്നേ ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെയാ കേട്ടോ. മഴ എന്ന് എഴുതി കാണിച്ചാൽ മതി, കറണ്ട് പിന്നെ ഈ വഴിക്ക് എങ്ങും വരികയില്ല. നമ്മുടെ മുറ്റത്ത് വണ്ടിയെല്ലാം കിടക്കുന്നത് കണ്ടുകൊണ്ട് ഇത് നമ്മുടെയാന്ന് വിചാരിക്കേണ്ട. നമ്മുടെ പാവമുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം കേട്ടോ. നല്ല രസമായിരുന്നു, ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ അതുങ്ങൾ ഇട്ടതാണ്. ഈ പന്നമഴ വന്ന് മഴ പെയ്തു കേട്ടോ. മഴ പന്നയല്ല കേട്ടോ, മഴ നല്ല മഴയാണ്. പന്നമഴ പന്നമഴയാന്ന് പറയത്തില്ല കേട്ടോ, നല്ല മഴയായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ കറണ്ടിൻ്റെ ഒരു പ്രശ്നമാണ്. കറണ്ട് തരത്തേയില്ല ഇവിടെ. അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും അവിടെ പറ്റി ഇവിടെ പറ്റി എന്നാന്നൊക്കെ അവർക്ക് തന്നെ അറിയാൻ പറ്റും. ഇരുന്ന് ഉറങ്ങുമായിരിക്കും, എല്ലാം ഓഫ് ചെയ്തിട്ട്. മഴയല്ലേ, അല്ലാതെ എന്നാ പറയാൻ. ഉറങ്ങിക്കൊണ്ടിരുന്നിട്ട് മനുഷ്യർക്ക് വെട്ടവും വെളിച്ചവും ഇല്ലാതെ. എന്നാണേലും മഴയും ഒക്കെ ആയിക്കൊണ്ട് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അയ്യോ നല്ല കൊള്ളിയാനായിരുന്നു കേട്ടോ. പേടിയാണോ നിനക്ക്? എനിക്ക് പേടിയില്ല. അയ്യോ അതിലാണ് മോന് സങ്കടം. നീ കാണണ്ടടാ. എടാ നീ ഇതിന് എന്നെ പറ്റിയുള്ള അപവാദം എല്ലാം പറഞ്ഞില്ലേടാ വീഡിയോക്കകത്ത്? നിനക്ക് കണ്ണാ കള്ളം സത്യസന്ധമായിട്ട് നിനക്ക് എന്റെ ഫോൺ വേണോ? അല്ലടാ സത്യം പറയടാ. തിരിച്ചു പറയാം. അയ്യോ അങ്ങനെ വേണ്ട, സത്യസന്ധമായിട്ട് പറഞ്ഞ. നീ തിരിച്ചും മറിച്ചും ഒന്നും പറയണ്ട. നീ സത്യസന്ധമായിട്ട് നിനക്ക് ആരാ ജോമയാന്ന് തോന്നുന്നു ഐസ്ക്രീം മേടിച്ചു തരാൻ കണ്ണാ. അയ്യോ കൊള്ളിയാൻ പിന്നെ കേട്ടോ പറയണമെന്നില്ല. നീ സത്യം പറയാതെ ഞാൻ അകത്ത് കയറുകയല്ല, ഫോണും തരികയല്ല. യോ എന്റെ ദൈവമേ ഇടി. എന്നത് ചെറുതായിട്ട് പിന്നെ നീ എന്നത്തിനാടാ അങ്ങനൊക്കെ പറഞ്ഞത്? കൈമാറ്റി വെച്ച് പറയടാ.
നീ അങ്ങനെ ചുമ്മണ്ട കേട്ടോ. അതൊക്കെ എന്താ എടാ ഫോൺ തരികയല്ലടാ നോണയാ കേട്ടോ. ഈ ഭാഗത്ത് കയറാം ഭയങ്കര ഇടിയൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അടുത്ത ഇടിയും പടയൊക്കെ വരുന്ന മുമ്പ് ഞങ്ങൾ പെരക്കകത്ത് കയറട്ടെ.